എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഇപ്പോൾ ഉള്ളത് കഴക്കൂട്ടം പാലത്തിൻ്റെ നമ്മളെ പുതിയ പാലമല്ലേ, പാലത്തിൻ്റെ അടിയിലാണ്. ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വരാനൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇങ്ങനെ ഈ കാണുന്ന സ്പേസ് നമ്മളെ കേരള സർക്കാർ ഇടപെട്ടിട്ട് ഇവിടെ പാർക്കിംഗ് ഏരിയ ആക്കിയാൽ വണ്ടി കയറ്റിയിടാൻ ഭയങ്കരമായിട്ട് ഒരു എല്ലാവർക്കും നല്ലൊരു എളുപ്പമാകും. ഇതുപോലെ സൈഡിലിടുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു 2-3-4 ദിവസമുള്ള ആക്സിഡൻറ്റ് കിടന്നിട്ട് ഈ കെട്ട് മാറ്റിയിട്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ വണ്ടി കയറ്റി ഇടാനുള്ളൊരു ഇവിടെ നിന്ന് ഒരുപാട്. അപ്പം ഈ കഴക്കൂട്ടത്ത് വരുന്ന സ്ഥലത്ത് പാർക്കിംഗ് ഏരിയ, പാർക്കിങ്ങിൻ്റെ കുറേ ഒരു ഇതുണ്ടാവില്ല, ഒരു ഇഷ്യൂസ് വരത്തില്ല, ഒരു ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഇല്ല. ഈ സ്ഥലത്തേക്ക് വണ്ടി കയറ്റി ഇടാൻ ഇങ്ങനെ പാലത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് വണ്ടി കയറ്റി ഇടാൻ ഉള്ളൊരു സൗകര്യം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കൊരു പാർക്കിങ്ങിന്, കഴക്കൂട്ടത്തെ പാർക്കിങ്ങിനൊരു ബുദ്ധിമുട്ട് വരാൻ ഒരു ചാൻസ് ഇല്ല. അത് ഗവൺമെൻറ് ഇടപെട്ട് തന്നെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഉപകാരമാവും. ഈ സൈഡിൽ ഇടേണ്ടി വരില്ല വണ്ടിയൊന്നും. അതാരാ മുൻകൈ എടുക്കേണ്ടേ? ഗവൺമെൻറ് തന്നെ മുൻകൈ എടുക്കണം, അല്ലാതെ പറ്റത്തില്ലേ? കാണുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പോൾ എല്ലാ വണ്ടികളും സൈഡിലാണ് ഒതുക്കിയിരിക്കുന്നത്. പാലത്തിൻ്റെ അടിയിൽ വരണം പാർക്കിങ്. ഇത് കെട്ടി ഇങ്ങനെ പൊക്കാത്ത രീതിയിൽ സൈഡ് തിരിച്ച് ഇട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും വരത്തില്ല. കാരണം ഇപ്പോൾ ഇവിടുത്തെ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ചെറിയൊരു പാർക്കിംഗ് ഫീസൊക്കെ ഇതുപോലെ തന്നെ തകരപ്പറമ്പിൽ പാലത്തിൻ്റെ അടിയിൽ ഇതുപോലെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ചെറിയൊരു പാർക്കിംഗ് ഫീസൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതുവഴി സർക്കാരിനൊരു ഹെൽപ്പാവും. ഞാനവിടെ തകരപ്പറമ്പിൽ വണ്ടി കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട് പാലത്തിൻ്റെ ഇടയിൽ. ഇതാകുമ്പോൾ സൈഡിലിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആക്സിഡൻ്റൊക്കെ സംഭവിക്കുന്നതാണ്. ശരി എന്നാൽ, ഓക്കെ, ബൈ മച്ചന്മാരെ, ഗുഡ് ബൈ.